നവകേരള സദസ്സിൽ ലഭിച്ച നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള വകുപ്പ് തല അവലോകന യോഗങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് യോഗങ്ങൾ. ചീഫ് സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ജയശങ്കർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, ഈ എല്ലാ വകുപ്പുകളുടെയും യോഗം അത് എപ്പോഴേക്ക് പൂർത്തിയാക്കും? അതിന്റെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത്? ജയശങ്കർ. റീജിത്ത്, കൃത്യമായി നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളും നിർദ്ദേശങ്ങളും എല്ലാം പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം വിളിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു യോഗം നടക്കുക. ഓരോ വകുപ്പുകളുടെയും യോഗം മുഖ്യമന്ത്രി നേരിട്ട് അവലോകനം നടത്തും. ഇതിൽ മുഖ്യമന്ത്രിക്കൊപ്പം ചീഫ് സെക്രട്ടറിയും അതത് വകുപ്പ് സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുക്കും. 20 യോഗങ്ങളാണ് വരുന്ന 4 ദിവസങ്ങളായി ചേരുക. ഈ 4 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുഴുവൻ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുഴുവൻ തോതിലുള്ള അവലോകനം കൃത്യമായി തന്നെ നടക്കും. ഇന്ന് തദ്ദേശം സ്വയംഭരണ വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ അവലോകന യോഗം നടന്നിരുന്നു. ചൊവ്വാഴ്ച വ്യവസായം വകുപ്പ്, നിയമവകുപ്പ് ഉൾപ്പെടെയുള്ള കൃഷി വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ യോഗം നടക്കും. ഇത്തരത്തിൽ വെള്ളിയാഴ്ചക്കുള്ളിൽ 20 യോഗങ്ങളും പൂർത്തിയാക്കി കൃത്യമായ അവലോകനം പൂർത്തിയാക്കാനാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട തലത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ നടക്കുന്നത്. റീജിത്ത്, ശരി, വെള്ളിയാഴ്ചയോടെ എല്ലാ വകുപ്പുകളുടെയും യോഗം പൂർത്തിയാക്കാനാണ് ആലോചിക്കുന്നത്. എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.